എവരിവൺ, കെമിസ്ട്രി ക്ലാസിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്നോർമൽ മോളാർ മാസ് ആണ്. അതായത് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ്, ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെന്റ് വഴി കിട്ടുന്ന മോളിക്കുലാർ മാസ് അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള മോളിക്കുലാർ മാസിനേക്കാൾ ഒന്നുകിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും. അപ്പൊ എക്സ്പെരിമെന്റലായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന മോളിക്കുലാർ മാസ്, അതായത് ഡൈലൂട്ട് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സോൾവെന്റിനകത്ത് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫ്രീസിംഗ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഡിക്രീസ് ചെയ്യും, ബോയിലിംഗ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യും. നമ്മൾ അതിനെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയും. അതുപോലെ തന്നെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. അതുപോലെ ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ ഈ 4 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിനകത്ത് ഈ എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ് സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഈ സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മോളിക്കുലാർ മാസ് ഒന്നുകിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള മോളിക്കുലാർ മാസിനേക്കാൾ ഒന്നുകിൽ കൂടുതലോ അല്ലെങ്കിൽ അതിനേക്കാട്ടിൽ കുറവോ ആയിരിക്കും. ആ മോളിക്കുലാർ മാസിനെ പറയുന്ന പേരാണ് അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മോളിക്കുലാർ മാസ് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് പഠിച്ചു. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് ആ പ്രോപ്പർട്ടീസ്, അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഈ പ്രോപ്പർട്ടീസ് എല്ലാം സൊല്യൂട്ടിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ എന്ത് തന്നെ ആയാലും പ്രശ്നമില്ല, നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എത്ര എണ്ണം ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്പർ വ്യത്യാസം വരുന്നതിനനുസരിച്ചാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരുന്നത്. അപ്പൊ ആ നമ്പറിൽ വ്യത്യാസം വരുന്നു. അപ്പൊ അവിടെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടിക്കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് കൂടും. ഫോർ എക്സാമ്പിൾ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് 1 മോൾ ഉപയോഗിക്കുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നതെങ്കിൽ 2 മോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് 2 ഡിഗ്രി സെൽഷ്യസ് കുറയും. 3 മോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമ്പർ എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, അതായത് 90 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് എങ്കിൽ, അല്ലെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് എങ്കിൽ 1 മോൾ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത് 29 ആയിട്ട് മാറും, 29 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും. 2 മോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ് 28 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും. 3 മോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 1 മോൾ ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ അത്രയും തന്നെ 2 മോൾ ആഡ്, അതിന്റെ ഇരട്ടി, 1 മോളിന്റെ ഇരട്ടിയാണ് 2 മോൾ. അപ്പൊ 1 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു, അപ്പൊ അതിന്റെ 2 ഡിഗ്രി സെൽഷ്യസ് കുറയും 2 മോൾ ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ 3 മോൾ ആഡ് ചെയ്യുമ്പോൾ 1 മോൾ ആഡ് ചെയ്യുമ്പോൾ എത്ര കുറഞ്ഞു? അതിന് 3 ടൈംസ് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ 3 ടൈംസ് ഡിപ്രഷൻ ഉണ്ടാകും. അപ്പൊ എത്ര? 27 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന് വ്യത്യാസം വരുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ KCl എടുക്കുന്ന പൊട്ടാസ്യം ക്ലോറൈഡ്, 1 മോൾ പൊട്ടാസ്യം ക്ലോറൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് 1 മോൾ K+ അയോൺസും പ്ലസ് 1 മോൾ Cl- അയോൺസും പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു KCl വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അയോണൈസേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു K+ഉം ഒരു Cl- ഉണ്ടാകും. അപ്പം മൊത്തം പാർട്ടിക്കിൾസ് എത്ര? നമ്മൾ ഒരു KCl ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷെ ഇവിടെ അത് ഡിസോസിയേറ്റ് ചെയ്ത് എത്ര അയോൺസ് ആയിട്ട് മാറി? 2 അയോൺസ് ആയിട്ട് മാറി. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു KCl മൂലം ഉണ്ടാകുന്ന ഫ്രീസിംഗ് പോയിന്റിലുള്ള കുറവ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ്. പക്ഷെ ഇവിടെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായി? 2 പാർട്ടിക്കിൾസ് ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു പൊട്ടാസ്യം ക്ലോറൈഡ് അല്ല. അപ്പൊ എത്രയാണ്? 2 പാർട്ടിക്കിൾസ് മൂലം ഉണ്ടാകുന്നത്. അതായത് ഒരു K+ മൂലവും ഒരു Cl- മൂലവും ഉണ്ടാകുന്ന എഫക്റ്റ് ആയിരിക്കും അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് 1 മോൾ KCl ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 മോൾ K+ഉം 1 മോൾ Cl- ഉണ്ടാകും. അപ്പൊ ടോട്ടൽ എത്ര ആയിട്ട് മാറി? 2 മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് മാറി. അപ്പൊ ഇതിന്റെ നേച്ചർ അല്ല ഉദ്ദേശിക്കുന്നത്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ 2 മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് മാറി. ഇനി ഫോർ എക്സാമ്പിൾ മറ്റൊരു കോമ്പൗണ്ട് ആണ് അസറ്റിക് ആസിഡ് CH3COOH, എസ്തനോയിക് ആസിഡ്.
എഥനോയിക് ആസിഡ് ബെൻസീൻ എന്ന് പറയുന്ന സോൾവെന്റിനകത്താണ് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ, സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ, ഈ രണ്ട് അസറ്റിക് ആസിഡ് മോളിക്യൂൾ ചേർന്ന് ഒറ്റ മോളിക്യൂൾ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. CH3COOH ട്വൈസ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് രണ്ട് മോളിക്യൂൾ ചേർന്ന് അസോസിയേഷൻ നടക്കും. അതായത് രണ്ട് മോളിക്യൂൾ അസോസിയേറ്റ് ചെയ്ത് ഒറ്റ മോളിക്യൂൾ ആയിട്ട് ബിഹേവ് ചെയ്യും. അതായത് നമ്മൾ 10 മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ എത്ര മോളിക്യൂളിന്റെ എഫക്റ്റ് കാണിക്കുകയുള്ളൂ? 5 മോളിക്യൂളിന്റെ എഫക്റ്റ് ചെയ്ത് കാണിക്കത്തുള്ളൂ. കാരണം സ്മോൾ മോളിക്യൂൾസ് അസോസിയേറ്റ് ടുഗദർ ടു ഫോം എസ് ബിഗർ മോളിക്യൂൾ. അപ്പൊ ഇവിടെ രണ്ട് മോളിക്യൂൾ ചേർന്ന് ഒരു ബിഗർ മോളിക്യൂൾ ആയിട്ട് മാറും. അപ്പൊ എഫക്ട് എന്തിന്റെ മൂലം ഉള്ളതാണ്? ഈ ഒരു മോളിക്യൂളിന്റെ മൂലം. അപ്പൊ രണ്ട് മോളിക്യൂൾ ആണ് നമ്മൾ ആഡ് ചെയ്തത്. പക്ഷേ അത് അസോസിയേറ്റ് ചെയ്ത് അത്ര മോളിക്യൂൾ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, സിംഗിൾ മോളിക്യൂൾ ആയിട്ട് ബിഹേവ് ചെയ്യും. അതായത് നമ്മൾ 2 മോൾ എടുത്തു കഴിഞ്ഞാൽ അത് എത്ര മോളിന്റെ എഫക്റ്റേ കാണിക്കത്തുള്ളൂ? 1 മോളിന്റെ എഫക്റ്റേ കാണിക്കത്തുള്ളൂ. അതായത് 2 മോൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ഒരു 2 ഡിഗ്രി സെൽഷ്യസ് കുറയുമെങ്കിൽ ഇത് എത്ര ഡിഗ്രി സെൽഷ്യസേ കുറയത്തുള്ളൂ? 1 ഡിഗ്രി സെൽഷ്യസേ കുറയത്തുള്ളൂ. അതായത് ഈ മോളിക്യൂളിന് അസോസിയേഷൻ നടന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മോളിക്യൂളിന് എന്ത് സംഭവിച്ചു? ഡിസോസിയേഷൻ സംഭവിച്ചു. ഇങ്ങനെ അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെക്കാട്ടിൽ ഒന്നുകിൽ കുറവോ കൂടുതലോ ആയിരിക്കും. ഇപ്പൊ നമ്മൾ അസറ്റിക് ആസിഡിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അസോസിയേഷൻ നടക്കുന്നത് മൂലം അസറ്റിക് ആസിഡ് സിംഗിൾ മോളിക്യൂൾ ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 2 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രതീക്ഷിക്കുന്നത്, ഡെൽറ്റ TF. അതായത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF, അല്ലെങ്കിൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB. അസറ്റിക് ആസിഡിന്റെ കേസിലാണ് നമ്മൾ ഫ്രീസിംഗ് പോയിന്റിന്റെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിൽ പകുതിയായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഹാഫ് ഓഫ് ദി നോർമൽ വാല്യൂ. അതായത് ഇൻ ദ കേസ് ഓഫ് അസറ്റിക് ആസിഡ് that undergoes association in benzene, the observed colligative property is half of the normal value. Normally observe ചെയ്യുന്നത് 2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. പക്ഷെ രണ്ടെണ്ണം ചേർന്ന് ഒറ്റ മോളിക്യൂൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടേ കുറയത്തുള്ളൂ. അതായത് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഹാഫ് ഓഫ് ദ നോർമൽ വാല്യൂ. അപ്പൊ ഈ ഡെൽറ്റ TF അല്ലെങ്കിൽ ഡെൽറ്റ TB ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. ഇതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഇത് പകുതി കുറയുമ്പോൾ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തായിട്ട് മാറും? ട്വൈസ് ഓഫ് ദ ആക്ച്വൽ വാല്യൂ. അതായത് നമ്മൾ ഇത് ഉപയോഗിച്ച് ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഈ അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ, ഫോർ എക്സാമ്പിൾ അസോസിയേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് കുറയും. അതായത് ആക്ച്വലി ഒബ്സർവ് ചെയ്യേണ്ടത് എത്രയാണോ അതിന്റെ ഹാഫ് ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ ആ ഡെൽറ്റ TF പകുതിയായിരിക്കും. അത് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ട്വൈസ് ഓഫ് ദി നോർമൽ വാല്യൂ. നോർമൽ വാല്യൂവിനെക്കാട്ടില് ട്വൈസ് ഇരട്ടിയായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഈ ഒബ്സർവ് വാല്യൂ മോളിക്കുലർ മാസ് അതായത് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഡെൽറ്റ TF. ദിസ് ഡെൽറ്റ TF റിസൾട്ട്സ് ഫ്രം എയ്തർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഓഫ് ദി പാർട്ടിക്കിൾസ്. ആ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളിക്കുലർ മാസ്, ആ മോളിക്കുലർ മാസ് എയ്തർ ഹയർ ഓർ ലോവർ ദാൻ ദി നോർമൽ മോളിക്കുലർ മാസ്. ദാറ്റ് മോളിക്കുലർ മാസ് ഈസ് കോൾഡ് abnormal molecular mass. അപ്പൊ ഇൻ ദ കേസ് ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ് molecule undergoes complete ionization in aqueous solution. When 1 mole of potassium chloride is dissolved in water, it produces 1 mole each of K plus and 1 mole each of Cl minus ions. The solution shows the resultant effect of 2 moles of particles in the solution. Therefore, the elevation in boiling point or depression in freezing point calculated on the basis of this dissociated particle is twice than that observed in the case of undissociated potassium chloride or twice the normal value. And hence, appo idu twice aanennundengil that value is inversely proportional to the molecular mass. Molecular mass calculated on the basis of this dissociation is found to be half of the normal value. ഇങ്ങനെ ഡിസോസിയേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇരട്ടി ആവും. അങ്ങനെ ഇരട്ടി ആവുമെങ്കിൽ അത് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളിക്കുലർ മാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അതിന്റെ പകുതിയായിട്ട് മാറും. ഇനി അസോസിയേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അസറ്റിക് ആസിഡ് when acetic acid is dissolved in benzene it associated to form a bigger molecule. അപ്പൊ അതിന്റെ ഫലമായിട്ട് എത്ര മോളിക്യൂളിനെ നമ്മൾ ആഡ് ചെയ്യുന്നു അതിന്റെ പകുതി മോളിക്യൂളായിട്ട് അത് ബിഹേവ് ചെയ്യത്തുള്ളൂ.
Therefore, അപ്പൊ ഇത് സംഭവിക്കുന്നത് നമ്മൾ അസറ്റിക് ആസിഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കുറഞ്ഞൊരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്താലും ഇത് തന്നെ സംഭവിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഡെൽറ്റ ടി എഫ്, അതായത് എലിവേഷൻ ഇൻ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് or elevation in boiling point, delta TF or delta TB, calculated on the basis of this acetic acid is found to be half of the normal value, and hence the molecular mass calculated based on the basis of this delta TF or delta TB will be twice of the normal value. That molecular mass that is either higher or lower than the actual molecular mass is called abnormal molar mass. ഇവിടെ എത്രത്തോളം ഡിസോസിയേഷൻ നടന്നു അല്ലെങ്കിൽ എത്രത്തോളം അസോസിയേഷൻ നടന്നു എന്ന് പറയുന്നത് ഒരു വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ചുകൊണ്ടാണ്. വാൻ ഹോഫ് ഫാക്ടർ. അപ്പൊ എത്രത്തോളം അസോസിയേഷൻ ഉണ്ട്, എക്സ്റ്റെന്റ് ഓഫ് അസോസിയേഷൻ or dissociation is expressed in terms of Van Hoff factor, that is equal to I. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പറയുന്നത് അസോസിയേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് മാറുകയും ഡിസോസിയേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരട്ടിയായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ റേഷ്യോയാണ്, അതായത് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എക്സ്പെരിമെന്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത് നോർമൽ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ കറക്റ്റ് വാല്യൂ. അപ്പൊ ഐ എന്ന് പറയുന്നത് observed colligative property divided by actual അല്ലെങ്കിൽ normal colligative property. ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, എത്രത്തോളം ഡിസോസിയേഷൻ നടന്നു അല്ലെങ്കിൽ എത്രത്തോളം അസോസിയേഷൻ നടന്നു എന്ന് നമുക്ക് ഈ എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിക്കാം. എന്ത് കണ്ടുപിടിച്ചാൽ മതി? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കണ്ടുപിടിച്ചാൽ മതി. അതായത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാൻ ഹോഫ് ഫാക്ടർ, അതായത് ആ കോമ്പൗണ്ട് എത്രത്തോളം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിക്കുന്ന ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്, അത് നമ്മൾ ലാബിൽ ചെയ്യുന്നുണ്ട്. നോർമൽ എന്ന് പറയുമ്പോൾ അതിന്റെ കറക്റ്റ് വാല്യൂ, ആക്ച്വലി അതിന്റെ വാല്യൂ എത്രയാണോ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ, ഡിസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ നടന്നതിന് ശേഷമുള്ളത്, ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ, നമ്പർ ഓഫ് മോൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ വാൻ ഹോഫ് ഫാക്ടർ എത്രത്തോളം എക്സ്റ്റന്റ് ഡിസോസിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം എക്സ്റ്റന്റ് അസോസിയേറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എത്ര പാർട്ടിക്കിൾസ് ഡിസോസിയേറ്റ് ചെയ്തതിനു ശേഷം എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായി, ഡിസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായി, അത് നമുക്ക് ഇതേ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മോളിക്കുലർ മാസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മോളിക്കുലർ മാസിനെ ഈ എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ ഉള്ള മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു നോർമൽ മോളാർ മാസ്, അതായത് നോർമലി അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. അതായത് അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് എപ്പോഴും ആക്ച്വൽ ആയിട്ടുള്ള നോർമൽ വാല്യൂവിനെക്കാട്ടിൽ കൂടുതലോ കുറവോ ആയിരിക്കും. ആ കൂടുതലോ കുറവോ ആയിട്ടുള്ള മോളിക്കുലർ മാസിനെ പറയുന്ന പേരാണ് അബ്നോർമൽ മോളാർ മാസ്. അപ്പൊ എത്രത്തോളം എക്സ്റ്റന്റ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം എക്സ്റ്റന്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വാൻ ഹോഫ് ഫാക്ടർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ വാല്യൂ അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ അതിന് നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. ഒന്നില് ഡിപ്രഷൻ, അപ്പൊ ഈ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിലെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആയിരിക്കും. ഇത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ, കറക്റ്റ് ആയിട്ടുള്ളത് തിയററ്റിക്കലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ, അതിന്റെ കറക്റ്റ് വാല്യൂ. ഇതെപ്പോഴും നമ്മൾ അതിന്റെ എക്സ്പെരിമെന്റൽ ആയിട്ട് കണ്ടുപിടിക്കുന്നതാണ്. ഇത് നോർമൽ വാല്യൂ, അതായത് ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂ. ഇവിടെ
ന്യൂമറേറ്ററിൽ വരുന്നത് അതിന്റെ കറക്റ്റ് വാല്യൂ, ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്നത് എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന വാല്യൂ. കാരണം ഇത് രണ്ടും തിരിഞ്ഞു വരാൻ കാരണം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലർ മാസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മോളിക്കുലർ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി നമുക്ക് എത്രത്തോളം അസോസിയേഷൻ നടന്നു അല്ലെങ്കിൽ എത്രത്തോളം ഡിസോസിയേഷൻ നടക്കുമ്പോഴുണ്ടാകുന്ന വൺ ഹോഫ് ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. എക്സ്റ്റെന്റ് ഓഫ് അസോസിയേഷനും എക്സ്റ്റെന്റ് ഓഫ് ഡിസോസിയേഷനും നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തത് ഡിഗ്രി ഓഫ് അസോസിയേഷൻ നോക്കാം. മിക്കവാറും ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം ഓർഗാനിക് സോൾവെന്റ്സിനകത്ത് അസോസിയേറ്റ് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. അസോസിയേറ്റ് ചെയ്ത് ബിഗർ മോളിക്യൂൾസ് ആയിട്ട് കാണപ്പെടും. അതായത് മെനി ഓർഗാനിക് മോളിക്യൂൾസ് അസോസിയേറ്റ് ഇൻ ഓർഗാനിക് സോൾവെന്റ്സ് ടു ഫോം ബിഗർ മോളിക്യൂൾസ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് CH3COOH ഇൻ ബെൻസീൻ C6H6. അതുപോലെ തന്നെ ക്ലോറോ അസറ്റിക് ആസിഡ്, എക്സാമ്പിൾ ചോദിക്കാം, ക്ലോറോ അസറ്റിക് ആസിഡ് ഇൻ നാഫ്തലീൻ. ഇതാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അസറ്റിക് ആസിഡ് ആൻഡ് ബെൻസീൻ, ക്ലോറോ അസറ്റിക് ആസിഡ് ആൻഡ് നാഫ്തലീൻ. ഇത് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടും. അതായത് വൺ ഓർ മോർ മോളിക്യൂൾസ് കമ്പൈൻ ടുഗദർ ടു ഫോം എ ബിഗർ മോളിക്യൂൾ. അതിന്റെ ഫലമായിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് അസോസിയേഷൻ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസസ്. Therefore, the colligative property calculated on the basis അല്ലെങ്കിൽ observed colligative is found to be decreases or increases. In the case of dissociation, it increases. അപ്പൊ അസോസിയേഷന്റെ ഫലമായിട്ട് colligative property is lower than the normal value. നോർമൽ വാല്യൂവിനെക്കാട്ടിൽ കുറവായിരിക്കും. കാരണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറഞ്ഞു കഴിഞ്ഞാൽ colligative property ഡിക്രീസ് ചെയ്യും. ഒരു എക്സാമ്പിൾ, നമ്മൾ 1 മോൾ ഒരു സൊല്യൂട്ട് A dissolved in a solvent. അപ്പൊ 1 മോൾ സൊല്യൂട്ട് എ എന്ന് പറയുന്ന സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് എ അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടും. അതിനകത്തുള്ള n മോളിക്യൂൾസ് ഓഫ് എ അസോസിയേറ്റ് ടുഗദർ ടു ഫോം എ ബിഗർ മോളിക്യൂൾ ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ AN. കൺസിഡർ 1 മോൾ ഓഫ് എ സൊല്യൂട്ട് എ dissolved in a solvent, organic solvent. Then n molecules of A combined together to form a associated molecule, that is a bigger molecule. അപ്പൊ ഇതിനകത്ത് 2 മോളിക്യൂൾസ് ആണെങ്കിൽ ഇത് ഡൈമറൈസ് ചെയ്ത് കാണപ്പെടും. 3 ആണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിൽ വലിയൊരു മോളിക്യൂൾ ആയിട്ട് മാറും. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യും. ഇവിടുത്തെ എക്സ്റ്റെന്റ് ഓഫ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, എക്സ്റ്റെന്റ് ഓർ ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്, ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ആൽഫയാണ്. ആൽഫ പാർട്ടിക്കിൾസ് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടും. അപ്പൊ ഇതിനകത്ത് അതായത് ഒരു AN എന്ന് പറയുന്ന ഒരു ബിഗർ മോളിക്യൂൾ ഉണ്ടാകാൻ n മോളിക്യൂൾസ് ഓഫ് എ കമ്പൈൻ ചെയ്യും. അപ്പൊ അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ആൽഫ ആണ്. ആൽഫ ഈസ് ദ ഡിഗ്രി ഓഫ് എക്സ്റ്റെന്റ് ഓഫ് അസോസിയേഷൻ. അപ്പൊ 1 മോൾ ഓഫ് എ എടുത്തു കഴിഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾസ് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടും. അപ്പൊ ബാക്കി അൺഅസോസിയേറ്റഡ് മോളിക്യൂൾസ് എത്രയാണ്? അൺഅസോസിയേറ്റഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് 1 മോൾ എടുത്തതിൽ ആൽഫ പാർട്ടിക്കിൾസ് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടും. അതിന്റെ ബാക്കിയേ കാണത്തുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. അപ്പൊ ഇനി അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന മോളിക്യൂൾസ് എത്രയാണ്? അപ്പൊ നമ്പർ ഓഫ് അസോസിയേറ്റഡ് മോളിക്യൂൾസ് that is equal to alpha divided by n. എത്ര പാർട്ടിക്കിൾസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ 30 പാർട്ടിക്കിൾസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2A combined to form A2. ഇപ്പൊ 30 പാർട്ടിക്കിൾസ് ആണ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്ന് എത്ര പാർട്ടിക്കിൾസ് ആയിട്ട് ഇത് ബിഹേവ് ചെയ്തിട്ടുള്ളൂ? 15 പാർട്ടിക്കിൾസ്. അപ്പൊ എക്സ്റ്റെന്റ് ഓഫ് ഡിഗ്രി ഓഫ് അസോസിയേഷൻ പറയുന്നത് എത്രയാണ്? 30. അപ്പൊ എത്ര പാർട്ടിക്കിൾസ് ആയിട്ട് അത് മാറും? 15 പാർട്ടിക്കിൾസ്. അത് എങ്ങനെയാണ് കിട്ടുന്നത്? 13 ഡിവൈഡ് ബൈ 2n. അപ്പം എക്സ്റ്റെന്റ് ഓഫ് അസോസിയേഷൻ ആൽഫയാണ്. അത് 30 ഡിവൈഡഡ് ബൈ n, അതായത് 2 പാർട്ടിക്കിൾസ്. അപ്പൊ 30 ഡിവൈഡ് ബൈ 2 is equal to 15. That is നമ്പർ ഓഫ് അസോസിയേറ്റഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ആൽഫ n ആയിരിക്കും. ആൽഫ ഡിവൈഡഡ് ബൈ n ആയിരിക്കും. അപ്പൊ അൺഅസോസിയേറ്റഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് 1 മൈനസ് ആൽഫ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അസോസിയേറ്റ് ചെയ്തതിന് ശേഷം എത്ര മോളിക്യൂൾസ് ഉണ്ട്, മൊത്തം എത്ര മോളിക്യൂൾസ് ഉണ്ട്. ഇപ്പൊ 1 മോൾ ആയിരുന്നു എടുത്തത്, അതിൽ കുറച്ച് മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെട്ടു. അപ്പൊ ബാക്കിയുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 1 മൈനസ് ആൽഫ പാർട്ടിക്കിൾസ്. എത്ര പാർട്ടിക്കിൾസ് അസോസിയേറ്റ് ചെയ്ത് കണ്ടു? ആൽഫ ബൈ n. അപ്പൊ ബാക്കിയുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ
ആഫ്റ്റർ അസോസിയേഷൻ ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കൂട്ടണം. അതായത് അസോസിയേറ്റ് ചെയ്യാത്ത പാർട്ടിക്കിൾസും അസോസിയേറ്റ് ചെയ്ത് കാണുന്ന പാർട്ടിക്കിൾസിന്റെ കൂടെ എണ്ണം കൂട്ടണം. ദാറ്റ് ഈസ് 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ n ആയിരിക്കും. അപ്പൊ ഇനി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷന് ശേഷമുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം 1 മൈനസ് ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ n ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ 1 മോൾ. അതായത് 1 മോൾ പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ആകെ എടുത്തത്. അതിൽ നിന്ന് കുറെ പാർട്ടിക്കിൾസ് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെട്ടു. അപ്പൊ ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ആൽഫയാണ്. എങ്കിൽ ബാക്കിയുള്ള പാർട്ടിക്കിൾസ് എത്രയാണ്? 1 മൈനസ് ആൽഫ. എത്ര മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെട്ടു? ആൽഫ ബൈ n. എത്ര പാർട്ടിക്കിൾസ് എത്രയാണ് അതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അസോസിയേറ്റഡ്, ദാറ്റ് ഈസ് ആൽഫ ഡിവൈഡ് ബൈ n. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് ഇത് രണ്ടും കൂടെ കൂട്ടണം. അതായത് അസോസിയേറ്റ് ചെയ്തതിനു ശേഷമുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കണം. അപ്പൊ 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബൈ n ഡിവൈഡഡ് ബൈ 1. അതായത് ബിഫോർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ നമ്മൾ മൊത്തം എടുത്തത് 1 മോൾ ആയിരുന്നു എടുത്തത്. അപ്പൊ ബിഫോർ അസോസിയേഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ ഇതാണ് ഡിഗ്രി ഓഫ് അസോസിയേഷൻ. ദാറ്റ് ഈസ് I ഈക്വൽ ടു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. I ഈക്വൽ ടു 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ഡിവൈഡ് ബൈ n ഡിവൈഡ് ബൈ 1 അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ n. അടുത്തത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. അതായത് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ആസിഡ്സ്, ബേസസ്, അതുപോലെ തന്നെ സോൾട്സ് ഇവയൊക്കെ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അയോണൈസേഷൻ നടക്കും. അപ്പൊ കംപ്ലീറ്റ് അയോണൈസേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആക്ച്വൽ ഉള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണത്തെക്കാട്ടിൽ ഇരട്ടിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒന്നുകിൽ ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസ് ആയാലും അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റിന്റെ ഡിക്രീസ് ആയാലും ആക്ച്വലി ഒബ്സർവ് ചെയ്യേണ്ടതിനെക്കാട്ടിൽ ഇരട്ടിയായിട്ട് മാറും. ഹയർ അല്ലെങ്കിൽ വെരി ഹൈ ഓർ വെരി ലോ വാല്യൂ ആയിരിക്കും ഉണ്ടാകുന്നത്. ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ആണെങ്കിൽ വെരി ലോ ആയിരിക്കും. എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ വെരി ഹൈ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ആസിഡ്സ് കൺസിഡർ ചെയ്യുന്നു. പൊട്ടാസ്യം ക്ലോറൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ ടു ഫോം K+ ആൻഡ് Cl- അയോൺസ്. അപ്പൊ ഇവിടെ നമ്മൾ ആക്ച്വലി എടുക്കുന്നത് ഈ കോമ്പൗണ്ട് ഡിസോസിയേഷന് മുമ്പ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1 മോൾ ഓഫ് KCl ആണ്. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം 1 മോൾ ആണ്. അപ്പൊ 1 മോൾ പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കും. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫയാണ്. എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്തു. മേ ബി കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ കുറെ ഡിസോസിയേറ്റ് ചെയ്യാം. അപ്പൊ ഇഫ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് ആൽഫ, then the number of particles after dissociation അതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ 1 മോൾ പാർട്ടിക്കിൾസ് ആയിരുന്നു എടുത്തത്. അത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നു. അപ്പൊ എക്സ്റ്റെന്റ് ഓഫ് ഡിസോസിയേഷൻ എത്രയാണ്? ആൽഫ. അപ്പൊ ആൽഫ പാർട്ടിക്കിൾസ് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പാർട്ടിക്കിൾസ് ഡിസോസിയേറ്റ് ചെയ്യുന്നു അത്രയും തന്നെ K+ ഉണ്ടാകും, അത്രയും തന്നെ Cl- ഉണ്ടാകും. അപ്പൊ ആൽഫ പാർട്ടിക്കിൾസ് K+ ഉണ്ടാകും, ആൽഫ പാർട്ടിക്കിൾസ് Cl- ഉണ്ടാകും. അപ്പൊ നമ്മൾ 1 മോൾ ആയിരുന്നു എടുത്തത്. അതിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾസ് K+, ആൽഫ പാർട്ടിക്കിൾസ് Cl- ഉണ്ടായി കഴിഞ്ഞാൽ അതായത് ആൽഫ KCl ഡിസോസിയേറ്റ് ചെയ്ത് പോയി. അപ്പൊ ബാക്കി എത്ര പാർട്ടിക്കിൾസ് കാണും? 1 മൈനസ് ആൽഫ പാർട്ടിക്കിൾസ് കാണും. KCl അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾ എന്ന് പറയുന്നത് 1 മൈനസ് ആൽഫ പാർട്ടിക്കിൾസ്. കാരണം 1 മോൾ എടുത്തതിൽ ആൽഫ പാർട്ടിക്കിൾസ് ഡിസോസിയേറ്റ് ചെയ്ത് പോയി. അപ്പം ഒരു KCl ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു K+ഉം ഒരു Cl- ഉണ്ടാകും. അപ്പൊ ആൽഫ പാർട്ടിക്കിൾസ് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര തന്നെ K+ ഉണ്ടാകും, അത്ര തന്നെ Cl- ഉണ്ടാകും. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് 1 മോൾ ആണ്. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്തതിനു ശേഷം എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? ഡിസോസിയേറ്റ് ചെയ്യാത്ത KCl 1 മൈനസ് ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ട്. ഡിസോസിയേറ്റ് ചെയ്ത ആൽഫ K+ ഉണ്ട്, ആൽഫ Cl- ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ അപ്പം ഡിസോസിയേറ്റ് ചെയ്യാത്ത KCl എത്രയാണ്?
1 മൈനസ് ആൽഫ പാർട്ടിക്കിൾസ് ഡിസോസിയേറ്റ് ചെയ്യാതെ നടക്കുക. ഡിസോസിയേറ്റ് ചെയ്ത പാർട്ടിക്കിൾസ് എത്രയാണ്? ആൽഫ കെ പ്ലസ് ഉണ്ട് പ്ലസ് ഒരു ആൽഫ സി എൽ മൈനസ് ഉണ്ട്. അപ്പൊ പ്ലസ് ആൽഫയും പ്ലസ് ആൽഫയും മൈനസ് ആൽഫയും ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ 1 പ്ലസ് ആൽഫ. ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ 1 മോൾ. നമ്മൾ എത്രയാണോ എടുത്തത് അത്രയും പാർട്ടിക്കിൾസ് 1 മോൾ. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഐ ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഇത് എന്തിനു തുല്യമായിരിക്കും? അതിന്റെ ആക്ച്വൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലർ മാസിന് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് എം ആക്ച്വൽ ഡിവൈഡഡ് ബൈ എം അബ്നോർമൽ. അപ്പൊ ഇത്രയാണ് എക്സ്റ്റെന്റ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലർ മാസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ.